KT ജലീലിനെതിരെ കേസ്. ഇന്ന് പാലക്കാട് മണ്ണാർക്കാട് വെച്ച് വിദ്യാർത്ഥികളെ പരസ്യമായി അപമാനിച്ചു എന്ന സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ മുൻ മന്ത്രി KT ജലീലിനെതിരെ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഇനി എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് നമുക്ക് പരിശോധിക്കാം. മണ്ണാർക്കാട് നഗരസഭ 19, 20, 22 എന്നീ വാർഡുകളിലെ കുട്ടികൾക്കായി ഒരു വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ അനുമോദിക്കാനായിരുന്നു ആ ഒരു പരിപാടി. അതിൽ ജലീലാണ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത്. നമുക്കറിയാമല്ലോ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു KT ജലീൽ അവിടെ വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കിയത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി. അദ്ദേഹം കുട്ടികളെ അപമാനിക്കുകയാണ് ചെയ്തത്. കാരണം ഓരോരുത്തരെയായി വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം പല രീതിയിലാണ് അപമാനിച്ചത്. ഒരു കുട്ടിയോട് പറഞ്ഞത്, എടോ തനിക്ക് അക്ഷരമറിയില്ലേ എന്നാണ്. മറ്റൊരു കുട്ടിയോട് പറഞ്ഞത്, ഈ വേദിയിൽ വന്നുകൊണ്ട് ഈ ഹിന്ദിയിൽ അഡ്രസ് എഴുതുക. ഇങ്ങനെ പല തരത്തിൽ ഈ കുട്ടികളെ പരസ്യമായി ആ വേദിയിലേക്ക് വിളിച്ച് അപമാനിച്ചു എന്നുള്ളതാണ് ജലീലിനെതിരെയുള്ള ആരോപണം. ആ ആരോപണം ശക്തമായി അവിടുത്തെ MSF അടക്കമുള്ള സംഘടനകൾ ഇദ്ദേഹത്തിന് എതിരായി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശിശുക്ഷേമം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ബിന്ദു ഇക്കാര്യം പഠിക്കാനായി റിപ്പോർട്ട് സമർപ്പിക്കാനായി ഒരു സംഘത്തെ നിയോഗിച്ചു. ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ജലീലിനെതിരായിട്ടുള്ള നിയമ നടപടി തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബിന്ദുവിന്റെ വാക്കുകൾ. ഇന്നലെ മണ്ണാർക്കാട് ഒരു ചടങ്ങിൽ വെച്ച് മുൻ മന്ത്രി ശ്രീ KT ജലീലിന്റെ കുട്ടികളോടുള്ള പെരുമാറ്റം തികച്ചും അനുചിതവും അവഹേളനപരവും ആണ്. ഒരു കുഞ്ഞിനോട് പൊതുസദസ്സിൽ ആളുകൾ നോക്കി നിൽക്കെ ഇത്തരത്തിൽ അപമാനിക്കുന്ന, അക്ഷരം അറിയത്തില്ല, അതിൻ്റെ ചെവിയിൽ നുള്ളുന്ന പോലെ നുള്ളി എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റം ഒരിക്കലും ശരിയല്ല. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണത്. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അത്രയും അറിയണം എന്നില്ല. ഇന്ന് ഇപ്പോൾ കുറച്ചു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുക. അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹത്തിനെ പഠിപ്പിച്ച കുട്ടികളാരും അങ്ങനെ പറയില്ല. കാലം മാറി. ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ എല്ലാവരുടെ അവകാശങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് പൊതുവെ എല്ലായിടത്തും, പ്രത്യേകിച്ച് കേരളത്തിലും. ശാസ്ത്രീയമായും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള അധ്യാപന രീതിയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ നാട് പിന്തുടരുന്നത്. അതിനൊക്കെ എത്രയോ വിപരീതമായാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായത്. തെറ്റ് ബോധ്യപ്പെടാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഒരു മന്ത്രിയായി പ്രവർത്തിച്ച ഒരാൾ, അധ്യാപകനായി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തിരിച്ചറിയാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി, ഇപ്പോൾ CPM-ലൊക്കെ അദ്ദേഹം മെമ്പർഷിപ്പൊക്കെ എടുത്തിരിക്കുകയില്ലേ, അപ്പോൾ ആ പാർട്ടിയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ശിശു വികസന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറ്റകരമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ മണ്ണാർക്കാടേക്ക് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് കിട്ടിയാലുടൻ ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് തീർച്ചയായും റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ ഉടനെ എന്തായാലും അനുചിതമായ തെറ്റായ കാര്യമാണ്, തെറ്റാണ്, അത് കുറ്റകരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാനസിക സമ്മർദ്ദവും അവഹേളനവും നമ്മൾ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അക്ഷരത്തെറ്റുണ്ടായാലും പഠന ഭാഗത്തെ തെറ്റുണ്ടായാലും അത് മനസ്സിലാക്കി കൊടുത്ത് അവരെ നേരായ വഴിക്ക് നയിക്കുവാൻ അവരുടെ അച്ഛനമ്മമാർക്കും അധ്യാപകർക്കും മാത്രമല്ല, ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്ക് ആ ഉത്തരവാദിത്വം വലുതാണ്. അതുപോലും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ KT ജലീലിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ബാലാവകാശ ചെയർമാനായിട്ടുള്ള KV മനോജ് കുമാറാണ് ഇത്തരത്തിൽ അറിയിച്ചിട്ടുള്ളത്. KT ജലീലിനെതിരായി കുട്ടികളെ അപമാനിക്കുന്ന തരത്തിലുള്ള, കുട്ടികളുടെ അവകാശങ്ങൾക്ക് മേലുള്ള, അവരുടെ അന്തസ്സിന്മേലുള്ള ഒരു കടന്നു കയറ്റം എന്ന നിലയിലാണ് KT ജലീൽ പെരുമാറിയത്. എന്നാൽ KT ജലീൽ ഈ ഒരു വിവാദമായതോടുകൂടി തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പക്ഷേ അതുകൊണ്ടും അദ്ദേഹത്തിന് നിയമപരമായി നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിങ്ങിനെയാണ്, മണ്ണാർക്കാട് ഇന്നലെ നടന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ജേതാക്കളും അവരുടെ രക്ഷിതാക്കളുമാണ് പങ്കെടുത്തത്. പരിപാടിയിലേക്ക് ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു. സാധാരണ അനുമോദന ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഏകപക്ഷീയമായി പ്രസംഗിച്ചു പോരുന്ന രീതിയല്ല എൻ്റേത്. വിദ്യാർത്ഥികളോടും
രക്ഷിതാക്കളോടും ചോദിച്ചും പറഞ്ഞുമാണ് സംസാരിക്കാതെ. മണ്ണാർക്കാട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. കുട്ടികളെ കാണുമ്പോൾ പൊതുപ്രവർത്തകൻ എന്നതിനേക്കാൾ എന്നിലെ അധ്യാപകനാണ് ഉണർന്നു നിൽക്കാറ്. തമാശയിലൂടെയും ദേഷ്യപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ച് കൊടുക്കാനാണ് ശ്രമിക്കാറ്. അതേ മണ്ണാർക്കാട്ടും നടന്നിട്ടുള്ളൂ. വീഡിയോ പൂർണ്ണമായും കണ്ടാൽ അത് ബോധ്യമാകും. ചിരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു എന്നത് ശരിയാണ്. അപ്പോൾ അവനും ചിരിക്കുകയാണ് ചെയ്തത്. കുട്ടിയുടെ മുഖം ബ്ലറാക്കിയത് കൊണ്ട് അത് കാണിക്കുന്നില്ലെന്ന് മാത്രം. ഞാൻ ചെവിക്ക് നുള്ളുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതെൻ്റെ രീതിയുമല്ല. ആ കുട്ടിയോട് ചോദിച്ചാൽ അത് ബോധ്യമാകും. ഏതെങ്കിലും രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികളോ എൻ്റെ പ്രസംഗം പ്രയാസം ഉണ്ടായിരിക്കാൻ ഇടയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടായതായി ആരെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും അത് പരിഗണിക്കും. കുട്ടികൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവരുടെ ചുമതല, പ്രത്യേകിച്ച് അധ്യാപകരുടെ. അല്ലെങ്കിൽ അവർ എത്ര വളർന്നാലും മയ, കുയി, പുയ, പുയു, മയു എന്നൊക്കെയായിരിക്കും പറയുക. ഈ മയ, കുയി എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിനെയാണ്. അദ്ദേഹം ഒരിക്കൽ നിയമസഭയിൽ വെച്ചിട്ട് ഈ പറയുന്ന KT ജലീലിനെ എരപ്പൻ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വൈരാഗ്യം മൂലമായിരിക്കണം അങ്ങനെ ഈ മയ, കുയി എന്ന് ഈ പറയുന്ന ബഷീറിനെ ഉദ്ദേശിച്ചായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. കാരണം ബഷീർ മന്ത്രി നേരത്തെ തന്നെ മഴ പെയ്താൽ കുയിൽ വെള്ളമുണ്ടാകും എന്ന് പ്രാദേശിക ഭാഷയിൽ നിയമസഭയിൽ പറഞ്ഞിരുന്നു. അത് ട്രോളാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചായിരിക്കും. അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് KT ജലീൽ എന്ന് പറയുന്ന മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടലിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. മറ്റ് നിയമ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് മന്ത്രി ബിന്ദുവും സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ FB പോസ്റ്റിൽ പോലും KT ജലീൽ തനിക്ക് പറ്റിയത് ഒരു പോരായ്മയാണ്, ഒരു വീഴ്ചയാണ് എന്ന നിലയിലല്ല അദ്ദേഹം പറയുന്നത്. മറിച്ച് അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം ഒരു നിയമക്കുരുക്കിലേക്ക് പെട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് കേസായി. അതുപോലെ തന്നെ ഈ കുട്ടികൾക്കാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ അവർ കോടതിയെ സമീപിച്ചാൽ, പോലീസിനെ സമീപിച്ചാൽ അതും ഒരു തരത്തിൽ കേസായി മാറും. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ നിയമക്കുരുക്കിൽ പെട്ടിരിക്കുകയാണ് KT ജലീൽ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.